ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് പുതിയ കമ്മീഷനെ നിയമിക്കാതെ നൽകാനുള്ള ക്ഷാമബത്ത ലയിപ്പിച്ച് ശമ്പള വർധനവ് നടപ്പാക്കാൻ സർക്കാർ. ഇതിനായി ധനകാര്യ വകുപ്പിന് കീഴിൽ സെക്രട്ടറി തല സമിതി രൂപീകരിക്കാനാണ് തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ ഈ നീക്കമെന്നാണ് അറിയുന്നത്. ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചും അതിനൊപ്പം നിശ്ചിത ആനുകൂല്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുമുള്ള ശമ്പള വർധനവാണ് പരിഗണനയിൽ. സർക്കാരിൻ്റെ കാലാവധി തീരാൻ 10 മാസം മാത്രം ശേഷിക്കെയാണ് ഈ നടപടി. 2019 ജൂലൈ മുതൽ 2024 ജൂലൈ വരെയുള്ള കണക്കിൽ 18% ക്ഷാമബത്തയാണ് ജീവനക്കാർക്ക് കുടിശ്ശികയുള്ളത്. 15% നിലവിലുള്ള DAയും കുടിശ്ശികയും അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചതായും വർധനവ് നടപ്പാക്കുക. ഇതിനു പുറമെ ഫിറ്റ്നസ് അലവൻസും മറ്റും കൂട്ടി ജീവനക്കാർക്ക് ആശ്വാസമാകുന്ന തരത്തിലാകും വർധന. എന്നാൽ ശമ്പള വർധനയ്ക്കുള്ള ശുപാർശ തയ്യാറാക്കുമ്പോഴും ജനുവരിയിലെ DA കൂടി പരിഗണിക്കേണ്ടതായും വരും. തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ആദ്യം ശമ്പള വർധനവ് നടപ്പാക്കിയ ശേഷം സർവീസിലെ അനുബന്ധ കാര്യങ്ങൾ പഠിക്കാനും മറ്റൊരു സമിതി രൂപീകരിക്കാനും നീക്കമുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2019 ഒക്ടോബറിൽ ഡോക്ടർ കെ മോഹൻദാസ് അധ്യക്ഷനായി രൂപീകരിച്ച 11ാം ശമ്പള കമ്മീഷനാണ് ഒടുവിലെത്തിയത്. 2021 ജനുവരി 30 റിപ്പോർട്ട് നൽകിയെങ്കിലും പരിഷ്കാരം നടപ്പാക്കാൻ രണ്ടാം പിണറായി സർക്കാരായിരുന്നു. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് 3200 രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാൻ പോകുന്നത്. മെയ് മാസം മുതൽ 24-ാം തീയതി, അതായത് മെയ് 24 ശനിയാഴ്ച മുതലാണ് പെൻഷൻ തുക വിതരണം ആരംഭിച്ചിരുന്നത്. ജൂൺ 5 മുന്നോടിയായിട്ട് തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. 2000 രൂപയുടെ വായ്പാ അനുമതി സർക്കാരിന് ലഭിച്ചതിനു പിന്നാലെയാണ് പെൻഷൻ എളുപ്പത്തിൽ വിതരണം ചെയ്യുന്നത്. ധനനിരക്കം മൂലം 5 മാസത്തെ പെൻഷൻ സർക്കാരിന് കുടിശ്ശികയുണ്ടായിരുന്നു. അവ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൊടുത്തു തീർത്തു. ബാക്കി വരുന്ന 3 ഗഡുവാണ് ഈ സാമ്പത്തിക വർഷത്തിൽ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നത്. അതിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. മെയ് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായിട്ട് തന്നെ വിതരണം ചെയ്തിരുന്നു. ജൂൺ 5 മുന്നോടിയായിട്ട് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം ലഭിക്കുന്നതാണ്. മസ്റ്ററിംഗ് ചെയ്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക ലഭിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും, കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും, റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.